പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഓരോരുത്തരോടും കരുണയാൽ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോ ദിവസവും സ്നേഹത്താൽ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ ഒരു നിമിഷം ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് പഠിക്കേണ്ട ഒരു വചനം ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 8. എഫ്രായിം, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുമ്പോൾ, ആരുമില്ല എന്ന് തോന്നുമ്പോൾ ഇപ്പോഴും തിരിച്ചറിയേണ്ടത് ജെറമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. വാഗ്ദാനമല്ല, അതിനപ്പുറത്തോട്ട് അതൊരു പൂർത്തീകരണമാണ്. എൻ്റെ മരണം വരെ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹത്താൽ പൊതിഞ്ഞു പിടിക്കുമെന്ന്, ഒരിക്കലും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിയില്ല എന്ന് തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും തരുന്ന വാഗ്ദാനം. അത് പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും ജീവിതത്തിൽ. കുടുംബ ബന്ധങ്ങളിലും നമ്മുടെ സ്വന്തമെന്ന് കരുതുന്ന പല ബന്ധങ്ങളിലും പലപ്പോഴും നമ്മൾ അകന്നു പോകുമ്പോഴും അവിടെയെല്ലാം തമ്പുരാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സ്നേഹത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരു നിമിഷം എത്രത്തോളം വിലയുള്ളതാണ്, എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടതാണ്. തിരുവോസ്തിയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തർ നിൽക്കുമ്പോൾ തിരിച്ചറിയേണ്ടത്, ഇത്രത്തോളം എനിക്ക് വേണ്ടി ചെറുതായ ഒരു നാഥൻ, ഇത്രത്തോളം എനിക്ക് വേണ്ടി സ്നേഹമായ ഒരു മാറിയ നാഥൻ, ആ ഒരു നാഥൻ്റെ ചാരയാണ് നമ്മൾ ഓരോരുത്തരും. ഈ നിമിഷം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളോർത്ത് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇന്നും തുടരാതെ തമ്പുരാൻ നമ്മളെ തൊടുന്നതിനെ ഓർത്ത്, ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദിയുള്ളവരാകാം. എത്രയോ അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അവിടത്തോടൊരു നന്ദി വാക്ക് പോലും ജീവിതത്തിൽ പറയാതെ മുന്നോട്ട് പോയത്. ജനനം മുതൽ ഒരു നിമിഷം വരെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയേറെ അനുഗ്രഹങ്ങൾ. പക്ഷേ പലപ്പോഴും പരിഭവത്തോടും പരാതിയോടും കൂടി നമ്മൾ പലപ്പോഴും പറയാറ്, നമ്മളെ അനുഗ്രഹിക്കാതെ പോയ ഒരു ദൈവമുണ്ടെന്നാണ്. പക്ഷെ തിരിച്ചറിയേണ്ടത്, എൻ്റെ കാൽപ്പാട് പോലും പിന്തുടരുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ പുറകോട്ട് പോകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരു നിമിഷം തിരിച്ചറിയാം എത്രത്തോളം ആ ഒരു സ്നേഹം എൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കപ്പെടുന്നുണ്ട്, എന്നെ പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം. ഈശോ ഓരോ നിമിഷവും നമ്മളോട് അത് ആവർത്തിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിലൂടെ. ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് മകനെ, മകളെ. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും. ഈ സ്നേഹത്തിൻ്റെ കൂടെയായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ അവിടുത്തെ കൈകളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വവും അവിടുത്തെ കൈകളിലേക്ക് ചേർത്ത് വയ്ക്കാം. കഴിഞ്ഞൊരു മാസക്കാലം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറയാം. ആരാധന കൃപാവത്സരത്തിലെ അവസാന മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, അവസാന കാലത്തിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ എത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ തമ്പുരാൻ തന്നു. നാളെ ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ, ഉണ്ണിയായി പിറന്ന തിരുക്കുമാരനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങാൻ പോകുന്ന ദിവസങ്ങളാണ്. സ്നേഹമുള്ളവരെ, തതെല്ലാ അനുഗ്രഹങ്ങളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. നന്ദിയുള്ളവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. കാരണം ഒരിക്കൽ പോലും ആ സ്നേഹത്തിൽ നിന്ന് തമ്പുരാൻ പുറകോട്ട് പോകുന്നില്ല. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി പറയുന്നുണ്ട്. 3 നഷ്ടപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളെന്ന് കണ്ടെത്തിയ 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് തമ്പുരാൻ പറയുക. നഷ്ടപ്പെട്ട ആട്, നഷ്ടപ്പെട്ട നാണയം, നഷ്ടപ്പെട്ട ഒരു മകൻ.
സ്നേഹമുള്ളവരെ, ഈ നഷ്ടപ്പെട്ടതിൻ്റെ കണക്ക് പലപ്പോഴും പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹങ്ങളില്ലേ? ഈ 3 ഭാഗവും പരിശോധിക്കുമ്പോഴും അതിനൊത്ത അവസാനത്തിൽ സ്നേഹം പ്രകടമാകുന്നുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിൽ നഷ്ടപ്പെട്ട ആടിനെ പറ്റി പറയുമ്പോൾ 99 എണ്ണത്തിനെ പോലും വിട്ടിട്ട് ഒരെണ്ണത്തിന് തേടി പോകുന്നുണ്ട്. അനുതപിക്കുന്ന പാപിയെ ഓർത്ത് സ്വർഗത്തിൽ എത്രത്തോളം നിക്ഷേപമുണ്ട്. ഒരു നാണയത്തെപ്പറ്റി പറയുമ്പോഴും ഒരു നാണയം ഒരു ചില്ലിക്കാശാണെങ്കിൽ പോലും അത് എത്രത്തോളം ആ ഒരു വിധവയുടെ ജീവിതത്തിന് വില കൽപ്പിക്കുന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ തിരിച്ചറിയാം നമ്മൾ എത്രത്തോളം വിലയുള്ളതാണെന്ന്, നമ്മൾ എത്രത്തോളം വിലമതിക്കുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ബോധ്യമുള്ളവരായിട്ട് മാറാം. സ്നേഹമുള്ളവരെ, 3-മതായിട്ട് ഒരു നഷ്ടപ്പെട്ട മകൻ്റെ കഥ പറയുന്നുണ്ടെങ്കിലും അതിലുപരി ഒരു അപ്പൻ്റെ സ്നേഹത്തെപ്പറ്റി അതിൻ്റെ പൂർണ്ണതയിൽ പറയുന്നുണ്ട്. അത് കാരുണ്യത്തോടു കൂടി ഒരു മകനെ ചേർത്ത് പിടിക്കുന്ന അപ്പൻ്റെ സ്നേഹത്തെപ്പറ്റി. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും ഏറ്റെടുത്ത് വായിക്കേണ്ട ഒരു വചനഭാഗമാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ധൂർത്തടിച്ചു പോയി എന്ന് സുവിശേഷം പറയുന്നെങ്കിലും തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവൻ സ്നേഹം വേണ്ടെന്ന് വെച്ച് പോയിട്ടാണുള്ളത്. വിദൂരദേശത്തേക്ക് ആ ഒരു മകൻ പോയി എന്ന് പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം, അത്രയും നാളും തൻ്റെ ജീവിതത്തിലേക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ എല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ദൂരത്തോട്ട് പോവുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലും ആവർത്തിച്ചേക്കാം. ഒരുപക്ഷെ ഒരു ധൂർത്തപുത്രൻ്റെ ഉപമ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, ആ ഒരു മനുഷ്യന് സുബോധമുണ്ടായ ആ നിമിഷമാണ്. സുബോധമുണ്ടായപ്പോൾ ഒരിക്കൽ പോലും താൻ ചെയ്ത ചെയ്തതികളെ ഓർത്തിട്ടല്ല ആ ഒരു മനുഷ്യൻ സങ്കടപ്പെടുന്നത്, തന്നെ എത്രത്തോളം തൻ്റെ അപ്പൻ സ്നേഹിച്ചു എന്ന യാഥാർത്ഥ്യത്തിലാണ്. ധൂർത്തപുത്രൻ്റെ ഉപമ പരിശോധിക്കുമ്പോൾ ഒരു അപ്പൻ്റെ സ്നേഹത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ സ്നേഹമുള്ളവരെ തിരിച്ചറിയേണ്ടത് സുവിശേഷത്തിൻ്റെ ആകത്തുക ഈ അപ്പൻ്റെ സ്നേഹമാണ്. പിതാവായ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹം വർഷിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കൽ പോലും മുടങ്ങാതെ എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ ഓർത്ത്, ദൈവം കൂടെയുള്ള നിമിഷങ്ങൾ ഓർത്ത് നമ്മൾ പലപ്പോഴും വിദൂരതയിലേക്ക് പോകാറുണ്ട്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും പലപ്പോഴും നമ്മൾ എണ്ണി എണ്ണി പറയാറ് നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് അനുഗ്രഹമായ നിമിഷങ്ങൾ ഓർത്തിട്ടാണ്. ഈ ഉപമയിലാണെങ്കിലും ആ ഒരു ധൂർത്തപുത്രൻ തൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ തിരിച്ചറിയുന്നത്, എൻ്റെ ഭവനത്തിലെ ഓരോ ആൾക്കാരും എത്രത്തോളം നന്നായിട്ടാണ് ജീവിക്കുന്നത്, എത്രത്തോളം നന്നായിട്ടാണ് അവർ ഓരോരുത്തർ നോക്കുന്നത്. അനുഗ്രഹങ്ങളെപ്പറ്റി ആ മനുഷ്യൻ പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്കും സുബോധമുള്ളവരായിട്ട് മാറാം. അതൊരു പക്ഷേ നമ്മുടെ ചെയ്തികളെ മാത്രം ഓർത്ത് ഒരു പരിത്രാണമാക്കുന്ന തീരുമാനം മാത്രമല്ല, അതിലുപരി നമ്മളെ തന്നെ വെളിച്ചത്തിലേക്ക് കടത്തിവിടുന്ന ഒരു നിമിഷം. സ്നേഹമുള്ളവരെ, ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പന്നികളെപ്പോലെ നോക്കാൻ, പന്നികളെപ്പോലും മേയ്ക്കാൻ മനുഷ്യൻ പോയി എന്ന് പറയുന്നുണ്ട്. യൂതപരമനുസരിച്ചും ആ ഒരു നാട്യമ്പുറത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചും പന്നിയെ ഒരു മനുഷ്യൻ നോക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം തരനായതൊരു ജോലിയായിരുന്നു. എന്നിട്ട് പോലും അതെങ്കിലും ചെയ്ത് ഒന്ന് തിരികെ പഴയ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നുള്ള കാര്യം ആ ഒരു ബോധ്യത്തിലൂടെയാണ് ആ ഒരു മനുഷ്യൻ കടന്നു പോവുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം പലപ്പോഴും പരിശോധിക്കുമ്പോഴും എത്രത്തോളം പുറകിലാണ് പലപ്പോഴും നമ്മൾ, എത്രത്തോളം നമ്മുടെ ജീവിതത്തിലും നമ്മളും നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് പോകുന്നു എന്നുള്ള കാര്യം പരിശോധിക്കണം. കാരണം ദൈവം അനുഗ്രഹിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എണ്ണി എണ്ണി പറയാനുണ്ടായിരുന്നിട്ട് പോലും പലപ്പോഴും ഈ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകാറുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും. ഈ സ്നേഹത്തിൽ അവൻ്റെ കൂടെ ഓരോ നിമിഷവുമായിരിക്കുമ്പോൾ തിരിച്ചറിയാം എത്രത്തോളം അവിടുന്ന് എന്നെ അനുഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം, എത്രത്തോളം തമ്പുരാൻ എന്നെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളൊരു കാര്യം. സ്നേഹമുള്ളവരെ, ഈ ഒരു നിമിഷം, ഈ ഒരു മണിക്കൂറിൽ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം, എൻ്റെ ജീവിതത്തിലേക്ക് എത്രമാത്രം രീതിയിലാണ് തമ്പുരാൻ കരുണ ചൊരിയുന്നത്.
സുവിശേഷ ഭാഗ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എത്രയേറെ അഷ്ടഭാഗ്യങ്ങളുണ്ടായിരുന്നിട്ട് പോലും ഒരു ഭാഗ്യം പറയുന്നത് എങ്ങനെയാണ്? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ബാക്കി സുവിശേഷ ഭാഗ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു പൂർത്തീകരണമോ വാഗ്ദാനമോ എങ്ങും കാണുന്നില്ല. അവർക്ക് ഓരോരുത്തർക്കും ഓരോ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിലുപരിയായിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമാണ്. പക്ഷേ കരുണയുള്ള ഓരോരുത്തരും ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കാൻ തമ്പുരാൻ തയ്യാറാണ്. ഇതൊരു സുവിശേഷ ഭാഗ്യത്തിലുപരി അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കുന്നത് അവരോരോരുത്തരും ചെയ്യാനും കൂടിയിട്ടാണ്. അവരുടെ ജീവിതത്തിൽ ഈ ഭാഗ്യത്തെ സ്വീകരിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അവരോരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ വിളി എന്ന് പറയുന്നത് കരുണയുള്ളവരായി തീരാനാണ്. നമ്മുടെ ബന്ധുക്കളോടോ സഹോദരങ്ങളോടോ അയൽക്കാരോടോ അവരോട് മാത്രമല്ല, മിഴികളോടുകൂടി ആരൊക്കെ കരുണയോടുകൂടി ചേർത്ത് പിടിക്കാൻ പറ്റുമോ അവരെല്ലാവരെയും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഒരു നിമിഷം നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്ക് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നതോടൊപ്പം നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഓർക്കാം. വളരെ പ്രത്യേകമായിട്ട് മരിച്ചവരുടെ ഓർക്കുന്ന ഒരു മാസത്തിൽ സകല മനുഷ്യവിശ്വാസികളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. അവരുടെ ജീവിതത്തിൻ്റെ പാപകടങ്ങളെല്ലാം തമ്പുരാൻ ക്ഷമിച്ച് നിത്യാനന്ദത്തിന് അവരോരോരുത്തരും അർഹരാകുവാൻ അവരെ അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ മനുഷ്യവിശ്വാസികളെയും ചേർത്ത് വയ്ക്കുന്നു. ഒപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, കുടുംബപരമായിട്ടുള്ള നിയോഗങ്ങൾ, പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കുടുംബങ്ങളും കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അവിടുത്തെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ കരബലം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തുണയായിട്ടുണ്ടാവാനും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവിടുന്ന് കൂടെയുള്ളൊരു അനുഭവത്തിൽ നമ്മൾ ഓരോരുത്തരുമായി തീരാനുള്ള കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹോസിയ പ്രവാചന പുസ്തകത്തിൽ തമ്പുരാൻ തരുന്ന ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഏറ്റെടുക്കാനുള്ള കൃപ. എഫ്രായിം, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുനാഥനാശ്വാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ, ആരാധന ആരാധന ശരണപ്പെടുന്നു. ഈശോയെ, ഞാനങ്ങേ ശരണപ്പെടുന്നു. ഈശോയെ, ഞാനങ്ങേ ശരണപ്പെടുന്നു. ഈശോയെ, ഞാനങ്ങേ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നു